സുഹൃത്തുക്കളെ, മുൻ എറണാകുളം MLA, അതായത് 2009 ഹൈബീഡൻ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ, ഹൈബീഡനല്ല, നമ്മുടെ KV തോമസ് ലോക്സഭയിലേക്ക് പോയപ്പോഴാണ് തോന്നുന്നു. അന്ന് 2009 ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് മത്സരിച്ച് MLA ആയിരുന്ന KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തുടങ്ങി പ്രവർത്തനം ആരംഭിച്ച് പിന്നീട് 2011 കൊച്ചി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിരുന്ന 77 വയസ്സുള്ള ഡൊമിനിക് പ്രസന്റേഷനും, അതേപോലെ തന്നെ കൊച്ചി കോർപ്പറേഷൻ്റെ മുൻ മേയറായിട്ടുള്ള ടോണി ചമ്മണിയും, അവർ രണ്ടുപേരും ആണുങ്ങളാണ് എന്നാണ് ഇതുവരെ നമുക്കുള്ള വിവരം. കാരണം അവരുടെ ബാക്കി ID കാർഡുകളിൽ വോട്ടേഴ്സ് ലിസ്റ്റിലും ഒക്കെ കൊടുത്തിട്ടുള്ളത്, ജെൻഡർ കൊടുത്തിട്ടുള്ളത് മെയിലാണ്, പുരുഷൻ എന്നുള്ളവരുടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അവരാണുങ്ങളല്ല എന്ന് ഡോക്ടർ മുഹമ്മദ് ഷിയാസ്, DCC പ്രസിഡന്റ്, ഇത്തവണ കൊച്ചിയിൽ മത്സരിച്ച് UDFിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന ഷിയാസ് കണ്ടെത്തിയിരിക്കുകയാണ്. അവർ രണ്ടുപേരും ആണുങ്ങളല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞതല്ല, അവർ രണ്ടുപേരും ആണുങ്ങളല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഒരു വാർത്ത കേൾപ്പിക്കാം. 24 ന്യൂസിൽ വന്നിട്ടുള്ള വാർത്തയാണ്. അതിൽ ദീപ്തി മേരി വർഗീസ്, KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിൻ്റെ പ്രതികരണമുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ ആദ്യം കേൾപ്പിക്കാം. എന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. കൊച്ചിയിലെ LDF സ്ഥാനാർത്ഥി KJ മാക്സി ആണുങ്ങളോട് മത്സരിച്ചിട്ടില്ല എന്നായിരുന്നു മുഹമ്മദ് ഷിയാസിന്റെ വിവാദ പരാമർശം. ജയിക്കൊന്നുമില്ല. അവന്റെ ജീവിതത്തിൽ അവനെ ഞാൻ പപ്പടം പോലെ ഞെരിച്ചു കളഞ്ഞാൽ പപ്പടം പോലെ ഞാൻ വന്നിറങ്ങിയപ്പോ തന്നെ ഞെരിച്ചിട്ട് ഞാൻ വന്നത്. അവനൊരു കാൻഡിഡേറ്റേ അല്ലെന്ന്. അവൻ ആണുങ്ങളോട് മുട്ടണ്ടേ? ആണുങ്ങളോട് മുട്ടിയിട്ടില്ലല്ലോ, അതല്ലേ കുഴപ്പം. കൊച്ചിയിലെ UDF സ്ഥാനാർത്ഥിയും DCC പ്രസിഡന്റുമായ ഷിയാസ് പറഞ്ഞതാണ്. ഷിയാസിൻ്റെ അതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മളെ ക്രൈം നന്നായിട്ടൊക്കെ അത് ഏറെ ചെയ്തിരുന്നു. അതിൻ്റെ വിശദമായിട്ടുള്ള സുദീർഘമായൊരു സംഭാഷണമാണ്. ആ വോയിസ് ക്ലിപ്പ് മൊത്തത്തിൽ എടുത്തിട്ടിരുന്നു. അത് ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ പ്ലേ ചെയ്യേണ്ടെന്ന് എഴുതിയിട്ടാണ് നിൽക്കുന്നത്. ഇത് ചെറിയൊരു ഭാഗം മാത്രം കിട്ടിയാൽ മതി. കാരണം കൊച്ചിയിൽ KJ മാക്സി ആണുങ്ങളോട് ഇതുവരെ മത്സരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. 2011 അവിടെ നിന്ന് ഡൊമിനിക് പ്രസന്റേഷൻ MLA ആയിരുന്നു ഞാൻ പറഞ്ഞു. 2016 2021 KJ മാക്സിയാണ് അവിടെ നിന്ന് മത്സരിച്ച് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചത് കൊച്ചി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന്. 2016 അദ്ദേഹത്തോട് മത്സരിച്ചത്, പരാജയപ്പെട്ടത് ഡൊമിനിക് പ്രസന്റേഷനാണ്. 2021 അദ്ദേഹത്തോട് മത്സരിച്ച് പരാജയപ്പെട്ടത് ടോണി ചമ്മണിയാണ്. ടോണി ചമ്മണി മുൻ കൊച്ചി മേയറാണ്. അതേപോലെ തന്നെ വേണുഗോപാൽ പരാജയപ്പെട്ട സമയത്താണ് അദ്ദേഹത്തെ മേയറായിട്ട് കൊണ്ടുവരുന്നതെന്ന്. അദ്ദേഹത്തിന് ലോട്ടറി അടിച്ച പോലെ മേയറായതാണ്. അതേപോലെ ഡൊമിനിക് പ്രസന്റേഷൻ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അന്ന് ഒരു വനിതാ മന്ത്രിയേ ഉള്ളൂ എന്നാണ് നമ്മുടെ അറിവ്. അത് PK ജയലക്ഷ്മിയാണ്. ഇവർ വനിതയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ട്രാൻസ്ജെൻഡർ ആണോ, ഇനി വേറെ എന്തെങ്കിലും ആണോ, കമ്മ്യൂണിറ്റിയാണോ ഉദ്ദേശിച്ചതെന്ന്, ഷിയാസ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. നമ്മളെ അറിവ് വെച്ചിട്ട് ഇവർ രണ്ടുപേരും പുരുഷന്മാരാണ്, ടോണി ചമ്മണിയും ഡൊമിനിക് പ്രസന്റേഷനും. പക്ഷേ അവരോട് രണ്ടുപേരോടും മത്സരിച്ച് വിജയിച്ച KJ മാക്സിയെക്കുറിച്ച് ഷിയാസ് പറയുന്നത് അവനിതുവരെ ആണുങ്ങളോട് മത്സരിച്ചിട്ടില്ല, അവനെ ഞാൻ പപ്പടം പൊട്ടിക്കുന്ന പോലെ പൊട്ടിക്കും. അത് പറയുന്നതിനകത്ത് കുഴപ്പമില്ല, കാരണം അദ്ദേഹം പരാജയപ്പെടുത്തുമെന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ദീപ്തി മേരി വർഗീസ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഒരു പുരുഷ മേൽക്കോയ്മയുടെ, ഒരു അഹന്തയുടെ ഒരു സ്വരമുണ്ട് എന്ന് പറഞ്ഞിട്ട് ദീപ്തി മേരി വർഗീസ് 24 ന്യൂസിന് പ്രതികരണം കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ മൊത്തം പ്ലേ ചെയ്യാതിരിക്കുന്നതാണ്. എന്തായിരുന്നാലും ഡോക്ടർ മുഹമ്മദ് ഷിയാസ് അവരുടെ ലിംഗനിർണ്ണയം നടത്തിയിരിക്കുകയാണ്. ആ ലിംഗനിർണ്ണയം നടത്തിയിട്ട് അത് രാഷ്ട്രീയമായൊരു പ്രയോഗമായിരിക്കാം, പക്ഷേ അത് അതിനകത്തൊരു അരാഷ്ട്രീയതയുണ്ട് എന്ന് ഷിയാസ് തിരിച്ചറിയണം. പലപ്പോഴും എനിക്ക് ഷിയാസിനെ ഇഷ്ടമാണ്. ഷിയാസ് കേരളത്തിലെ ഏറ്റവും മികച്ച DCC പ്രസിഡന്റുമാരിലൊരാളാണ്. പക്ഷേ ഷിയാസാണ് അനാവശ്യമായിട്ടുള്ള ചില വിവാദങ്ങൾ ഉണ്ടാക്കാറുള്ളത്. ഷിയാസിൻ്റെ വേറെ ചില വിഷയങ്ങളൊക്കെ എനിക്കറിയാവുന്നതാണ്. ഞാൻ അതിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അത് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ചില വിഷയങ്ങളുണ്ട്. അത് വേണ്ട, അതിലേക്ക് പോകുന്നില്ല ഇപ്പോൾ. അതൊന്നും ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഷിയാസ് നമ്മൾ ഒരു സുഹൃത്ത് ആണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ മുഹമ്മദ് ഷിയാസ് DCC പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ തന്നെ നടത്തുന്ന പല പരാമർശങ്ങളും ഇപ്പം തന്നെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ സംബന്ധിച്ചിട്ടുള്ള വിവാദങ്ങൾക്ക് തുടക്കമിട്ടതിൽ ഒരാൾ മുഹമ്മദ് ഷിയാസാണ് പറഞ്ഞത് എറണാകുളത്ത് നിന്ന് മുഖ്യമന്ത്രി വേണം എന്ന് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് KCക്ക് വേണ്ടിയിട്ടുള്ള വലിയ ഒരു രീതിയിലുള്ള ക്യാമ്പയിൻ കേരളത്തിൻ്റെ സർവ്വ മേഖലകളിൽ നിന്നും ഉണ്ടായി വന്നത്. ഓരോ നേതാക്കന്മാരും നിലവിൽ സ്ഥാനാർത്ഥികളായിരുന്നവർ, നിലവിൽ ഇത്തവണ മത്സരിക്കാതിരുന്നവർ, സിറ്റിംഗ് MLA മാർ ഉൾപ്പെടെയുള്ളവരെല്ലാം, മാത്യു കുഴൽനാടൻ, സന്ദീപ് വാര്യർ, അരിത ബാബു, അലോഷ്യസ് സേവ്യർ, KSU സംസ്ഥാന പ്രസിഡന്റ്, ഇവരൊക്കെ ഉൾപ്പെടെയുള്ളവർ അത്തരം ഒരു വലിയ ക്യാമ്പയിൻ തുടക്കമിട്ടത് ഷിയാസ് എറണാകുളത്ത് നിന്ന് മുഖ്യമന്ത്രി വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് VD സതീഷിനെ ഉദ്ദേശിച്ചാണ്. പക്ഷേ അപ്പുറത്തേക്കും മറുഭാഗത്തിന് ക്യാമ്പയിനായി അവർക്ക് ന്യായീകരിക്കാനായി തുടക്കമിട്ടത് ഷിയാസാണെന്ന് പറയാൻ പറ്റും.
കെ സുധാകരൻ വലിയ പോസ്റ്റ് ഇടുന്നു ഒക്കെ ഉണ്ടാകുന്നു. കുറച്ചുകൂടി മെച്ചുറായിട്ട് കാര്യങ്ങളെ കാണേണ്ടതുണ്ട്. ഷിയാസ് വളരെ അഗ്രസീവാണ്, പിന്നെ മികച്ച DCC പ്രസിഡന്റാണ്, ആ കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. പക്ഷേ ഷിയാസ് DCC പ്രസിഡന്റാണ് എന്ന ഒരു ഓർമ്മ ഷിയാസിനുണ്ടാവണം. നമ്മളിപ്പോൾ KSUവിൻ്റെയോ SFIയുടെയോ ABVPയുടെയോ ജില്ലാ പ്രസിഡന്റുമാരുടെ ലെവലിലേക്ക് CPMൻ്റെയോ കോൺഗ്രസിൻ്റെയോ BJPയുടെയോ ജില്ലാ അധ്യക്ഷന്മാർ ആ ലെവലിലേക്ക് ഡീഗ്രേഡ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത്, കാരണം അതൊക്കെ നമ്മൾ പ്രായം മാറുന്നു, നമ്മുടെ കാലഘട്ടം മാറുന്നു, അതിനനുസരിച്ച് നമുക്ക് പക്വത വരേണ്ടതുണ്ട്. നമ്മളിരിക്കുന്ന സ്ഥാനത്തിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ KSUവിൻ്റെ പ്രസിഡന്റ് അല്ല, ജില്ലാ പ്രസിഡന്റ് അല്ല, അല്ലെങ്കിൽ SFIയുടെ ജില്ലാ സെക്രട്ടറി അല്ല, അല്ലെങ്കിൽ ABVPയുടെ ജില്ലാ പ്രസിഡന്റ് അല്ല, ഞാൻ BJPയുടെ ജില്ലാ പ്രസിഡന്റാണ്, ഞാൻ CPMൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്, ഞാൻ DCC പ്രസിഡന്റാണ് എന്ന ബോധം ഉണ്ടാവുന്നിടത്താണ് രാഷ്ട്രീയ നേതാവിൻ്റെ പക്വത വർത്തിക്കുന്നത്. അതിൽ അപക്വമായി പലപ്പോഴും പല കാര്യങ്ങളിലും ഷിയാസ് ഇടപെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പോലീസുകാർ നേരെയാണെങ്കിലും ഒക്കെ ഒരു ഉണ്ടാകുന്നൊരു ബോഡി ലാംഗ്വേജിനകത്തൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട്. കാരണം ഒരു സമരമുഖത്ത് പലപ്പോഴും നേതൃത്വം കൊടുക്കുന്നവർ ഒരു സംഘർഷം ഒഴിവാക്കുന്ന രീതിയിലാണ് ഇടപെടേണ്ടത്. അപ്പോൾ നമുക്ക് ഉമ്മൻചാണ്ടി തൊട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ, കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഉദാഹരണമാണ്. എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെയാണെങ്കിൽ ഇപ്പോൾ K ബാബു അങ്ങനെയുള്ള എത്രയോ പേര് എറണാകുളം ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. KB തോമസ് മുമ്പ് കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഏതെല്ലാം സ്ഥാനത്തിരുന്നിട്ടുണ്ട്. അപ്പം ഈ കുറച്ചുകൂടി പക്വതയോട് കൂടിയിട്ട് ചില പരാമർശങ്ങൾ നടത്തണം എന്നുള്ളതാണ്. എന്തായിരുന്നാലും ടോണി ചമ്മണിയുടെയും ഡൊമിനിക് പ്രസന്റേഷൻ്റെയും ലിംഗനിർണ്ണയം വീണ്ടും ഒരിക്കൽ കൂടി അവരെ ലിംഗപരിശോധനയ്ക്ക് വിധേയരാക്കി ലിംഗനിർണ്ണയം നടത്തി അവർക്ക് ജെൻഡർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ എറണാകുളം DCC പ്രസിഡന്റ് കാണിച്ച ജാഗ്രതയ്ക്ക് എല്ലാവിധ നന്ദിയും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു.